ഹലോ കൂട്ടുകാരെ, സിബിച്ചൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു തായ് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് സ്റ്റിക്കി റൈസാണ്. സ്റ്റിക്കി റൈസ് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ല ക്ലീൻ വാട്ടർ ആവുന്നിടം വരെ കഴുകിയെടുക്കുക. അതിനുശേഷം മാംഗോ വേണം, കോക്കനട്ട് മിൽക്ക് വേണം, മൂങ് ദാൽ വേണം, മിൽക്ക് മെയ്ഡ് വേണം. പഞ്ചസാരയ്ക്ക് പകരമാണ് മിൽക്ക് മെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മാംഗോ നല്ല തായ് മാംഗോ അല്ല ഏത് മാംഗോ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. മൂങ് ദാൽ എന്ന് പറയുന്നത് പയറിൻ്റെ പരിപ്പാണ്. അതിനുശേഷം ഈ കഴുകി വെച്ച സ്റ്റിക്കി റൈസ് നമുക്കൊരു സ്റ്റീം ചെയ്തെടുക്കാം. ഒരു ഇഡ്ഡലിപ്പാത്രം വെച്ച് അതിലാവശ്യമുള്ള വെള്ളം ഒഴിച്ച് അതിനുശേഷം അതിൻ്റെ സ്റ്റീം ചെയ്യുന്ന സ്റ്റീമറിന് മണ്ടയ്ക്ക് ഒരു ക്ലീൻ ടവലോ ഓയിൽ തുണിയോ എന്തെങ്കിലും നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കേക്കാണ് ഈ റൈസ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഈ റൈസ് വെച്ചതിന് ശേഷം ഇതൊരു 30 മിനിറ്റ്സ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഈ റൈസ് വെച്ചിട്ട് ഈ തുണി നമ്മൾ ഈ തോർത്തോ തുണി എന്ന് വെച്ചാൽ അത് നിങ്ങൾ മടക്കി വെക്കണം. മടക്കിയതിന് ശേഷം അതിൻ്റെ ലിഡ് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ച് ഒരു 30 മിനിറ്റ്സ് സിമ്മിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് അത് വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണത് വെന്ത് വരുന്നത് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്കിത് സ്റ്റീം ചെയ്തിട്ട് നന്നായിട്ട് വെന്തത് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ സ്റ്റീം എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളത്തിലേക്ക് ആ തുണിയോട് തന്നെ ഇറക്കി വെച്ച് വീണ്ടും ഒരു 10-15 മിനിറ്റ്സും കൂടെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആ കറക്റ്റായിട്ട് നല്ല സ്റ്റിക്കായിട്ട് നല്ല ഒരു റൈസ് നമുക്ക് കിട്ടും. ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെന്തില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതും ഈസിയാണ്, അങ്ങനെ ചെയ്യാനും ഈസിയാണ്. ആദ്യമേ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഈ തോർത്തിനകത്തോ അല്ലെങ്കിൽ തുണിക്കകത്തോ വെച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചും നിങ്ങൾക്ക് 30 മിനിറ്റ്സ് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം. അതിനുശേഷം ഇത് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ റൈസ് ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം കോക്കനട്ട് മിൽക്ക് നന്നായിട്ട് നമ്മൾ എടുത്ത കോക്കനട്ടിൻ്റെ ഒരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതെങ്ങനെയാണ് ഇളക്കിയെടുക്കുന്നതെന്ന്. കുറച്ച് മിൽക്ക് മെയ്ഡ്, ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതൊരു മധുരം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കോക്കനട്ട് മിൽക്കിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വല്പം ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു മധുരവും ഉപ്പും അതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ആ മിൽക്ക് മെയ്ഡും നമ്മൾ ഒഴിച്ച കോക്കനട്ട് മിൽക്കും കൂടെ നന്നായിട്ട് ഇളകി വരണം. നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ മിൽക്കാക്കി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് നാച്ചുറലായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് എടുത്തേക്കുന്നത്. കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി, അതും ഇടുന്നതായിരിക്കും. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഇത് സെറ്റാക്കിയിട്ട് നന്നായി ഇങ്ങനെ പരത്തി സെറ്റാക്കിയിട്ട് ഇതൊരു 10 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ചു വയ്ക്കാം. ടൈം നോക്കി അതിന് 10 മിനിറ്റിലേക്ക് നമുക്കിത് അടച്ചു വെക്കാം. ഈ അടച്ചു വെക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ സിറപ്പ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് കോൺഫ്ലോർ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച്, അത് ഒരു ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് എടുത്ത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് കട്ടയൊന്നും കാണരുത്, കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണും അത് കട്ടയില്ലാതെ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിങ്ങനെ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. മിക്സ് ചെയ്ത് അവിടെ വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ ബാക്കി കോക്കനട്ട് മിൽക്ക്. ഈ കോക്കനട്ട് മിൽക്ക് ഒരു സോസ് പാനോ എന്തെങ്കിലും ഒരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വീണ്ടും മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിപ്പോൾ കോൺ സ്റ്റാർച്ചാണ്, ആ കോൺഫ്ലോറിൻ്റെ വെള്ളമാണ് ഒഴിക്കുന്നത്. തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് മധുരം നോക്കുക. 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ഒഴിച്ചിട്ട് ആ മധുരം നിങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് മധുരം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കാം. കാരണം അതൊന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. 2 പ്രാവശ്യം നിങ്ങൾ ഇടുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള അളവേ ഇടാവുള്ളൂ. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഈ മിൽക്കിലാണ് ഇടുന്നത്, അതിനനുസരിച്ചുള്ള 1/2 ടേബിൾ സ്പൂൺ 1/2 ടീസ്പൂൺ അങ്ങനെ ഇടുക. അതിനുശേഷം ഇതിനൊരു തിക്നെസ് വരണം. ആ ഒരു തിക്നെസ് ആവുന്നിടം വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കാം. കൈവിടാതെ ഇത് ഇളക്കണം. എന്നിട്ട് ആ ഒരു തിക്നെസ്സിൽ ആ കോക്കനട്ട് മിൽക്ക് നമ്മൾ എടുക്കും. അതിനിടയ്ക്ക് 10 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നമ്മളിത് വീണ്ടും ഒന്നും കൂടെ ഇളക്കി വീണ്ടും ഒരു 40 മിനിറ്റ്സ് ഇത് അടച്ചു വെക്കണം. ആ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ മിക്സ് ആവണം. കാരണം അത് എല്ലായിടത്തും ആ കോക്കനട്ട് മിൽക്ക് ഇതിൽ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ്.
വീണ്ടും ഇത് ഇളക്കി പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. വീണ്ടും ഇത് അടച്ച് ഇനി ഒരു 40 മിനിറ്റ് ഇത് അടച്ചു വെക്കണം. അത് ഫുള്ളായിട്ട് അബ്സോർബായി കിട്ടാനാണ്. അപ്പോൾ തന്നെ നമ്മുടെ സിറപ്പ് നോക്കാം. ഈ ഒരു ഇച്ചിരി കൂടെ ഒരു തിക്കാവണം. ആ ഒരു തിക്നെസ്സിൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ഒരു തിക്നെസ്സിൽ നമുക്കിത് കിട്ടണം. ഇനി നമുക്ക് എങ്ങനെയാണ് മാംഗോ സ്റ്റിക്കി റൈസ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഒരു ബൗൾ എടുത്തിട്ട് ഈ സ്റ്റിക്കി റൈസ് ഒരു ബൗളിൽ അത് സെറ്റാക്കുക. അതായത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൗളിലേക്ക് ഇത് മാറ്റുന്നത്. നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ എന്നാലും നമുക്ക് കഴിക്കുമ്പോൾ അല്ല സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ ഒരു ബൗളിലേക്ക് എത്രയാണോ ഒരാൾക്ക് കഴിക്കാനുള്ള ആവശ്യത്തിന് അത് നന്നായി സെറ്റ് ചെയ്ത് നന്നായിട്ട് അത് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കാം. നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു സ്റ്റിക്കി റൈസാണ്, അതുകൊണ്ട് അതിങ്ങനെ ഇരിക്കുന്നത്. അതിങ്ങനെ നമ്മൾ വായിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകും. അത്ര ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണിത്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ മാംഗോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാംഗോ നന്നായിട്ട് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ മണ്ടയ്ക്കേക്ക് ഈ സിറപ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോക്കനട്ട് മിൽക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഈ സിറപ്പ് ഞാനിതിൽ കുറച്ചായിട്ട് ഒഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ നന്നായിട്ട് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ആ സിറപ്പും ആ മാംഗോയും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ശരിക്കുമുള്ള ആ ഡെലീഷ്യസ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കാം അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. കുറച്ചും കൂടെ സിറപ്പ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അവിടെ എല്ലാം നന്നായിട്ട് ആ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം ഉണ്ടോ അത്രയും സിറപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതാ നോക്കിക്കേ, നമ്മുടെ അടിപൊളി ഡെലീഷ്യസ് എമ്മി മാംഗോ സ്റ്റിക്കി റൈസ് റെഡിയാണ്. അതുപോലെ തന്നെ ഇതിനൊരു പാണ്ട ലീവ്സ് കിട്ടും, അതിനകത്തിടാം. ഇതിൻ്റെ ടോപ്പായിട്ടാണ് നമ്മൾ ഈ മൂങ് ദാൽ യൂസ് ചെയ്യുന്നത്. ഈ മൂങ് ദാൽ അതിന് മണ്ടക്കേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ പാണ്ട ലീവ്സ് ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു വേറൊരു ലീവ്സാണ് ഉപയോഗിച്ചേക്കുന്നത്. പാണ്ട ലീവ്സ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആ പാലിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഈ മാംഗോയും ഈ റൈസും അതിൻ്റെ ആ സിറപ്പും ആ മൂങ് ദാലും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഡെലീഷ്യസ് ആണ്. അടിപൊളി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ്, ഉപയോഗിച്ചാൽ മതി. റൈസ് മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. പ്ലീസ് സബ്സ്ക്രൈബ്.